നീ ചെയ്തത് തെറ്റാണ്, നിനക്കുള്ള ശിക്ഷ ഞാൻ വിധിച്ചിട്ടുമുണ്ട്. പക്ഷേ നിന്റെ കേസിൽ മറ്റുള്ളവരുടെ കേസിനേക്കാൾ ഒരു വ്യത്യാസമുണ്ട്. നീ ചെയ്ത തെറ്റിൻ്റെ ശിക്ഷ നിനക്ക് പകരമായിട്ട് ഇവിടെ ഇതാ ഞാൻ പേ ചെയ്യുകയാണ്. നീ കൊടുക്കേണ്ട പ്രൈസാണ്, നീ കൊടുക്കേണ്ട വിലയാണ്, നീ അനുഭവിക്കേണ്ട ശിക്ഷയാണ്. പക്ഷെ ഇനിമേൽ നീ ശിക്ഷ അനുഭവിക്കത്തില്ല, നിനക്ക് പകരമായിട്ട് ഞാനത് പേ ചെയ്യുകയാണ്. ശരിക്കും ഇതിന് പറയുന്ന പേരാണ് പകരമായിട്ടുള്ളതെന്ന് പറയുന്നത്. എന്താണ് കാൽവറിയിൽ നടന്നത്? ഇതല്ലേ മാനവകുലത്തിന്മേൽ ദൈവ സൃഷ്ടികുടം മണിമകുടമായ മനുഷ്യൻ ദൈവത്തോടുള്ള ആഴമായ സമാധാനം, ആന്തരിക സമാധാനം നഷ്ടപ്പെട്ട് തിന്മയിൽ നിന്ന് തിന്മയിലേക്ക്, അരാജകത്വത്തിൽ നിന്ന് അരാജകത്വത്തിലേക്ക്, തകർച്ചയിലേക്ക് ചെന്നപ്പോൾ കാലത്തിനകത്ത്, കാലത്തിൻ്റെ ചേറ്റുകണ്ടത്തിനകത്ത് നീതിമാനായ ദൈവം, നിസ്തുലനായ ദൈവം. അതുകൊണ്ടാണ് എബ്രായ ലേഖനം പറയുന്ന ഒരു കാര്യമുണ്ട്, നമുക്കുള്ള മഹാപുരോഹിതൻ ആരെന്ന് പറഞ്ഞിട്ട് പറയുന്നു, പവിത്രനാണ്, നിർദോഷനാണ്, നിർമ്മലനാണ്, പാപികളോടുകൂടെ എണ്ണപ്പെടാത്തവനാണ്. എന്നാൽ ഈ പവിത്രനും നിർദോഷനും നിർമ്മലനും പാപികളോടുകൂടെ എണ്ണപ്പെടാത്ത പരിശുദ്ധനായ ദൈവം പാപത്തിന്റെ ചേറ്റുകണ്ടത്തിനകത്തേക്ക് ഇറങ്ങി വന്ന് പാപിയായ മനുഷ്യൻ അനുഭവിക്കേണ്ടുന്ന അവന്റെ പാപത്തെ മുഴുവൻ തൻ്റെ ശരീരത്തിൽ വഹിച്ചുകൊണ്ട്, അവന്റെ ശിക്ഷയും വഹിച്ചുകൊണ്ട്, അവന് പകരമായി ക്രൂശിന്മേൽ കയറിയതുകൊണ്ട് മാനവകുലത്തിന് ലഭിക്കപ്പെട്ടതിന്റെ പേര് അവിടുത്തെ അടിപ്പിണരുകളാൽ സൗഖ്യം വന്നിരിക്കുന്നു. ശിക്ഷ അനുഭവിക്കേണ്ടത് മനുഷ്യനാ, തെറ്റ് ചെയ്തത് മനുഷ്യനാ, എന്നാൽ ശിക്ഷ അനുഭവിച്ചത് മനുഷ്യനല്ല. അവന്റെ പകരക്കാരനായി അങ്ങ് ഗബദ മുതൽ കാൽവറി വരെ ഒരുവൻ തകർക്കപ്പെട്ടതുകൊണ്ട് അവന് ലഭിക്കപ്പെടേണ്ട ശിക്ഷ യേശു ശരീരത്തിൽ വഹിച്ചതുകൊണ്ട് മനുഷ്യന് ലഭിച്ചതിന്റെ പേരാ ദൈവത്തിന്റെ നീതി എന്ന് പറയുന്നത്. ഇന്ന് രാത്രി നമ്മൾ അധ്വാനിച്ചെടുത്ത നീതിയല്ല, മറിച്ച് നമ്മുടെ പാപത്തെ വഹിച്ചുകൊണ്ട് അവിടുന്ന് ക്രൂശിന്മേൽ കയറിയപ്പോൾ അവിടുത്തെ അടിപ്പിണരുകളാൽ ലഭിക്കപ്പെട്ട ദൈവനീതിയാണെന്ന് ഇന്ന് രാത്രി ഉറപ്പുള്ളവർ ഇതിനകത്തുണ്ടെങ്കിൽ, ആ ദൈവനീതി അനുഭവിച്ചിട്ടുള്ളവർ ഈ ഗ്രൗണ്ടിനകത്തുണ്ടെങ്കിൽ ധൈര്യത്തോടെ ദൈവത്തിന് നന്ദി പറഞ്ഞിട്ട് പറ, കൃപയാൽ എനിക്ക് നീതി ലഭിച്ചു. മനുഷ്യൻ അവന്റെ പ്രവൃത്തി കൊണ്ട് നീതിപ്പെടാൻ കഴിയും, ആയുസ് കഴിയത്തില്ല. അവൻ എന്തൊക്കെ ചെയ്താലും കഴിയത്തില്ല. മതങ്ങൾ അവനോട് പറഞ്ഞത് ഇന്ന് ചെയ്തത് നീ നാളെയും ചെയ്യണമെന്നാ, ഈ വർഷം ചെയ്തത് നീ അടുത്ത വർഷവും ചെയ്യണമെന്നാ. പക്ഷെ യേശു ക്രിസ്തു പറഞ്ഞത് ഇന്ന് നീ ചെയ്തത് നീ നാളെ ചെയ്യണ്ട. ഇനി നീ എന്തൊക്കെ ചെയ്യാനിരിക്കുന്നോ അത് മുഴുവൻ നിനക്ക് പകരമായിട്ട് ഞാൻ എൻ്റെ ശരീരത്തിൽ വഹിക്കുകയാണ്. അതുകൊണ്ട് അവിടുന്ന് നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിനായി പ്രായശ്ചിത്തമായി ഇത് മുഴുവൻ വഹിച്ചതുകൊണ്ട്, ആ സ്നേഹം നമുക്ക് വേണ്ടി വെളിപ്പെടുത്തിയത് കൊണ്ട് നമുക്ക് ലഭിക്കപ്പെട്ടതിൻ്റെ പേരാണ് ആ നിത്യജീവൻ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ അർഹതയില്ലാത്ത, ശരിക്കും ആ കാൽവറിയുടെ ചുവട്ടിലൊരു എക്സ്ചേഞ്ച് നടക്കുകയായിരുന്നു, ഒരു എക്സ്ചേഞ്ച് നടക്കുക. എന്താ അവിടെ എക്സ്ചേഞ്ച് നടന്നത്? നമ്മൾ കൊടുത്തത് പാപമാ, നമുക്ക് കിട്ടിയൊരു ദൈവ